77.43% പോളിംഗാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ രേഖപ്പെടുത്തിയത്. ജംഷീർ കൊടിഞ്ഞു ചേരും വിവരങ്ങളുമായി. ജംഷീർ, വോട്ടെടുപ്പിന് ശേഷവും സമയം അവസാനിച്ചതിന് ശേഷവും നീണ്ട ക്യൂ ഒക്കെയായിരുന്നു പല പോളിംഗ് ബൂത്തുകളിലും കണ്ടത്. എന്തൊക്കെയാണ് തൃശൂരിലെ ചിത്രങ്ങൾ? മലപ്പുറം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് പൊതുവെ ശാന്തമായിരുന്നു. എവിടെ നിന്നും വലിയ തരത്തിലുള്ള അന്വേഷണ സംഭവങ്ങളോ അത്തരത്തിലുള്ള വാർത്തകളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. 94 പഞ്ചായത്തുകളിലേക്കും 15 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും 12 നഗരസഭകളിലേക്കും ഒരു ജില്ലാ പഞ്ചായത്തിലേക്കുമായി 120 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 4343 പോളിംഗ് ബൂത്തുകൾ, പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കിയിരുന്നു. പോളിംഗ് സ്റ്റേഷനുകളിലെല്ലാം തന്നെ കൃത്യമായി പോളിംഗ് നടന്നു എന്നുള്ളതാണ്. ചിലയിടങ്ങളിലൊക്കെ ഈ പോളിംഗ് ഉപകരണങ്ങൾ, പോളിംഗ് സാമഗ്രി യന്ത്രങ്ങളുടെ തകരാറ് ചിലയിടങ്ങളിൽ ഉണ്ടായി. പക്ഷെ അതെല്ലാം തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോയി. ചുരുക്കം ചിലയിടങ്ങളിൽ ഈ തകരാറ് മൂലം വോട്ടെടുപ്പ് ഒരൽപ്പം നീണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായി. തിരൂരങ്ങാടി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ, അതോടൊപ്പം തന്നെ ചേലേമ്പ്ര, കോഡൂരിലൊക്കെ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, അത് 6 മണിക്ക് ശേഷവും നീണ്ട നിര ഉണ്ടായിരുന്നു. തിരൂരങ്ങാടിയിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത്. അവിടെ പോളിംഗ് സാമഗ്രികൾ ഏതാണ്ട് 7 പോളിംഗ് ഉപകരണം 7 തവണയോളം അത് കേടുവരുന്നൊരു സാഹചര്യം ഉണ്ടായി. പിന്നെ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ മെല്ലെപ്പോക്കും അത്തരത്തിൽ കൂടാൻ സാധ്യതയുണ്ടായി. അവസാനിക്കുമ്പോൾ, അതായത് 6 മണിക്ക് വോട്ടിംഗ് അവസാനിപ്പിക്കുമ്പോൾ അവിടെ ഏതാണ്ട് 300ഓളം വോട്ടർമാരുണ്ടായിരുന്നു. പിന്നീട് അവർക്ക് ടോക്കൺ നൽകി വോട്ട് നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും നിലവിൽ ശാന്തമായ ഒരു വോട്ടിംഗ് ആയിരുന്നു മലപ്പുറത്ത് ഉണ്ടായത്. രാവിലെ വലിയ തരത്തിലുള്ള ആളുകളുടെ നീണ്ട നിര പലയിടങ്ങളിലും കാണാൻ കഴിഞ്ഞു. വൈകുന്നേരത്തോടെ അത്ര ആളുകൾ ഉണ്ടായിരുന്നില്ല. പരമാവധി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ രാവിലെ തന്നെ വോട്ട് ചെയ്തു പോയി മടങ്ങി എന്നുള്ളതാണ്. 2 ഇടങ്ങളിൽ നിന്ന് കള്ളവോട്ട് ചെയ്ത വാർത്ത വന്നിരുന്നു. ഒന്ന് മൊറയൂർ പഞ്ചായത്തിൽ നിന്നും, അതോടൊപ്പം തന്നെ പുളിക്കൽ പഞ്ചായത്തിൽ നിന്നും. മൊറയൂർ പഞ്ചായത്തിൽ ഒരു യുവാവിനെ വിദേശത്തുള്ള സഹോദരന്റെ വോട്ട് ചെയ്യാനെത്തിയ ആളെ പിടികൂടി. അതോടൊപ്പം തന്നെ 2 വോട്ട് മറ്റൊരിടത്ത് വോട്ട് ചെയ്ത്, കോഴിക്കോട് ജില്ലയിലെ മറ്റൊരിടത്ത് വോട്ട് ചെയ്ത് പിന്നീട് പുളിക്കൽ പഞ്ചായത്തിൽ വോട്ട് ചെയ്യാനെത്തിയ ഒരു യുവതിയെയും പിടികൂടി ഇവർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ പെരിന്തൽമണ്ണയിൽ പോളിംഗ് ബൂത്തിൽ സന്ദർശിക്കാനെത്തിയ എം.എൽ.എ. നജീബ് കാന്തപുരത്തെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിലുള്ള ചുരുക്കം ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചാൽ പൊതുവെ സമാധാനപരമായിട്ടാണ് വോട്ടെടുപ്പ് നടന്നത്. ഇനി ഈ വോട്ടെടുപ്പ് കഴിഞ്ഞു. ഇനി നാളെ അല്ലെങ്കിൽ ഇനിയുള്ള മണിക്കൂറുകൾ കൂട്ടിക്കിഴക്കലിന്റെ മണിക്കൂറുകളിലാണ്. എവിടെയെല്ലാം വോട്ടുകൾ വന്നു, എങ്ങനെയെല്ലാം വോട്ടുകൾ പോയി എന്നത് സംബന്ധിച്ചുള്ള കൂട്ടിക്കിഴക്കലിലായിരിക്കും ഇനിയുള്ള മണിക്കൂറുകളിൽ മുന്നണികൾ.